ഹായ് ചക്കരകളെ, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ. അപ്പോൾ എല്ലാവരും സുഖമായിട്ടും സേഫായിട്ടും സന്തോഷമായിട്ടും ഇരിക്കുന്നു വിചാരിക്കണം. നമ്മളും സുഖമായിട്ട് ഇരിക്കുന്നു കേട്ടോ. മഴ കൂടിയിട്ടും കുറഞ്ഞിട്ടും അങ്ങനെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ രാവിലെ തന്നെ നമ്മൾ രാവിലത്തെ തിരക്ക് പിടിച്ച ജോലിയിലാണ് കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മൾ കാണിക്കുന്നത് നല്ലൊരു ലഞ്ച് കോംബോണ്. അത് നമ്മൾ ചിക്കൻ വെച്ചിട്ടുള്ള ഒരു നാടൻ ലഞ്ച് കോംബോണ് കേട്ടോ കാണിക്കുന്നത്. അതിൽ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ നമ്മൾ ഈ ചെയ്യുന്ന ആ ഒരു കോംബോ അത് മുഴുവനായിട്ട് ചേർത്ത് കഴിക്കുമ്പോഴാണ് ഭയങ്കര ടേസ്റ്റ് ഉണ്ടാവാറുള്ളത് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ 2-3 റെസിപ്പികൾ ഇന്ന് നമ്മുടെ വീഡിയോയിൽ നമ്മൾ കാണിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ രാവിലത്തെ ഭക്ഷണം കഴിച്ചിട്ട് വേണം നമുക്ക് ലഞ്ച് കോംബോയിലേക്ക് കിടക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ ആദ്യം രാവിലെ തന്നെ കഴിക്കാൻ വേണ്ടിയിട്ട് ഇഡ്ഡലിയാണ് കേട്ടോ. ഇഡ്ഡലിയിലൂടെ കഴിക്കാൻ വേണ്ടി നല്ല പുതിന ചമ്മന്തി ഉണ്ടാക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ സാമ്പാർ വെച്ചിട്ടുണ്ട് കേട്ടോ. അത് നമ്മുടെ തക്കാളി വെച്ചിട്ടുള്ള സാമ്പാറാണ് കേട്ടോ നമ്മൾ ഇന്ന് വെച്ചിരിക്കുന്നത്. അപ്പോൾ നല്ല മഴയത്ത് നല്ല ചൂടായിട്ടുള്ള ഇഡ്ഡലിയും ചമ്മന്തിയും അതുപോലെ തന്നെ നമ്മളെ തക്കാളി സാമ്പാറും കൂടിയിട്ടാണ് നമ്മൾ രാവിലത്തെ ഭക്ഷണം കഴിച്ചിട്ടുണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ ഉച്ചക്കലത്തെ ലഞ്ച് ഇതിലും നല്ല ടേസ്റ്റാണ്. അപ്പോൾ വേഗം തന്നെ നമ്മൾ ഈ ഭക്ഷണം കഴിച്ചിട്ട് വേണം നമുക്ക് ഉച്ചക്കലേക്കുള്ള നമ്മുടെ ലഞ്ച് കോംബോ റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ അതെല്ലാവരും ഒന്ന് കണ്ടു നോക്കിയിട്ട് അഭിപ്രായം പറയുക കേട്ടോ. നമ്മൾ പിന്നെ കുമ്പളങ്ങ ഒന്ന് റെഡിയാക്കി എടുക്കാൻ പറഞ്ഞിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ കുമ്പളങ്ങയും ചിക്കനും കൂടിയിട്ടുള്ള ഒരു നാടൻ കറിയാണ് ഇന്ന് ചെയ്യുന്നത്. കുമ്പളങ്ങയും ചിക്കനും കൂടിയുള്ള റെസിപ്പിയൊക്കെ നമ്മുടെ ചാനലിൽ ഇട്ടിട്ടുണ്ട്. പക്ഷേ ഇന്ന് അതിലും വ്യത്യാസമായിട്ടുള്ള കറിയാണ് കേട്ടോ നമ്മളിന്ന് കാണിക്കുന്നത്. അപ്പോൾ നമ്മുടെ കുമ്പളങ്ങയും ചിക്കനും കൂടെ കഴിക്കാൻ തന്നെ ഒരു പ്രത്യേക ടേസ്റ്റാണ്. അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യുന്ന രീതി ആദ്യമായിട്ടാണ് കേട്ടോ നമ്മുടെ ചാനലിൽ കാണിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ആദ്യം കുമ്പളങ്ങയൊക്കെ ഒന്ന് മുറിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ പാലക്കാട് എന്ന് പറയുമ്പോൾ കുമ്പളങ്ങയും ചിക്കൻ ഭയങ്കര ഫേമസ് ആണ് അല്ലേ. അത് പല രീതിക്ക് വെക്കാം കേട്ടോ. അപ്പം ഞാൻ ഇന്ന് കാണിക്കുന്നത് വേറൊരു രീതിക്കാണ്. അപ്പോൾ നമ്മൾ ഒരുപാട് ചിക്കൻ്റെ റെസിപ്പി അതുപോലെ തന്നെ ചിക്കനും കുമ്പളങ്ങ ചിക്കൻ ചേന ഉരുളക്കിഴങ്ങ് അങ്ങനെയൊക്കെ വെച്ചിട്ട് ഒരുപാട് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊരു വേറെ രീതിക്കാണ് നമ്മൾ ഇന്നത്തെ ചിക്കനും കുമ്പളങ്ങയും കാണിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ ചിക്കനൊക്കെ ഒന്ന് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ കുമ്പളങ്ങ ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. കുറച്ച് വലിയ പീസായിട്ട് തന്നെയാണ് നമ്മൾ കുമ്പളങ്ങ കട്ട് ചെയ്തെടുക്കുന്നത്. ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ കുമ്പളങ്ങ പെട്ടെന്ന് തന്നെ അലിഞ്ഞു പോകും കേട്ടോ. അപ്പോൾ അതുകൊണ്ട് കുറച്ച് വലിയ പീസായിട്ട് നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. നമ്മുടെ കുമ്പളങ്ങയും ചിക്കനും കൂടെ കഴിക്കുമ്പോൾ തന്നെ പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. ഇതിൽ നമ്മുടെ കുമ്പളങ്ങ കഴിക്കാനാണ് കൂടുതൽ ടേസ്റ്റ് തോന്നാറുള്ളത്. അപ്പോൾ ഞാൻ കുമ്പളങ്ങയൊക്കെ ഒരു 1 കിലോ കുമ്പളങ്ങയിൽ പകുതി എടുത്തിട്ടുണ്ട് കേട്ടോ. അതൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ അതിന് ശേഷം നമ്മൾ കുറച്ച് മസാലപ്പൊടികളൊന്ന് വറുത്തെടുക്കുന്നുണ്ട് കേട്ടോ. നിങ്ങൾക്ക് എണ്ണ ഒഴിച്ചിട്ട് വേണമെങ്കിൽ വറുത്തെടുക്കുക, ഇല്ലെങ്കിൽ വെറുതെ വേണമെങ്കിൽ വറുത്തെടുക്കുക കേട്ടോ. ഞാനപ്പോൾ വെറുതെയാണ് നമ്മുടെ ഇന്നത്തെ മസാലപ്പൊടികളൊക്കെ ഒന്ന് വറുത്തെടുക്കുന്നത്. അപ്പോൾ ഒരു 4 ടേബിൾ സ്പൂണ് നമ്മൾ മല്ലിപ്പൊടി ചേർത്ത് കൊടുത്ത് അതുപോലെ 2 ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുത്ത് നല്ലപോലെ തന്നെ ഒന്ന് വറുത്തെടുക്കുന്നുണ്ട്. നല്ല മണം വരുന്ന സമയത്ത് അതൊന്ന് മാറ്റി വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ നമ്മളിതിൻ്റെ കൂട്ടൊന്ന് മസാല പുരട്ടി ആദ്യമേ വെക്കുകയാണെങ്കിൽ നമ്മുടെ ചിക്കനിലും കുമ്പളങ്ങിലൊക്കെ മസാലയൊക്കെ ഇറങ്ങി നല്ല ടേസ്റ്റ് ആയിരിക്കും കഴിക്കാൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് തന്നെ ആദ്യം നമ്മൾ കുമ്പളങ്ങ ചേർത്ത് കൊടുത്ത് പിന്നെ ഒരു 1.5 കിലോ ചിക്കനും കൂടെ ചേർത്ത് കൊടുത്ത് അതിലേക്ക് നമ്മൾ മസാല കൂടി ചേർത്ത് കൊടുത്ത് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്ത് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുത്ത് നല്ലപോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. വെള്ളമൊന്നും ചേർക്കാതെ വേണം നമ്മളിതൊന്ന് മിക്സ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. ആദ്യമേ തന്നെ നമ്മളിതൊക്കെ ഒന്ന് മിക്സ് ചെയ്ത് വെക്കുകയാണെങ്കിൽ നമ്മുടെ കറിക്ക് പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. പിന്നെ ഇത് മാത്രമല്ല നമ്മൾ നാടനായിട്ടുള്ള ഒരു ചിക്കൻ വരട്ട് കൂടെ ഇന്നത്തെ നമ്മുടെ റെസിപ്പിയിൽ കാണിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇന്ന് ചിക്കൻ വെച്ചിട്ടുള്ള ഒരു ചാറും ഒരു വരട്ടുമായിട്ടുള്ള ഒരു കോംബോ ആണ് കേട്ടോ നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണിക്കുന്നത്. നമ്മുടെ വരട്ട് അധികം മസാലയൊന്നും ഇല്ലാണ്ട് നല്ല ടേസ്റ്റി ആയിട്ടും സിമ്പിളായിട്ടും പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്നതാണ് കേട്ടോ. അപ്പോൾ നമ്മളിനി ചിക്കൻ കറി റെഡിയാക്കി എടുക്കാൻ പോവുകയാണ്. നമ്മൾ പാത്രം വെച്ച് കൊടുത്ത് വെളിച്ചെണ്ണയിലാണ് കേട്ടോ ചെയ്യുന്നത്. അതിലേക്കൊരു 10-20 ചെറിയ ഉള്ളി നീളത്തിലരിഞ്ഞതും വലിയ ഉള്ളി ഒരു 4 എണ്ണം നീളത്തിലരിഞ്ഞതും നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഉള്ളി നമ്മൾ കുറച്ച് കൂടുതൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോഴാണ് നമ്മുടെ മസാലയൊക്കെ നന്നായിട്ട് അതുപോലെ തന്നെ ചാറൊക്കെ നല്ല തിക്കായിട്ടും ടേസ്റ്റി ആയിട്ടും ഇരിക്കുക കേട്ടോ. അപ്പോൾ അതുകൊണ്ട് അതൊക്കെ ചേർത്ത് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് അടച്ച് വെച്ചിട്ടാണ് നമ്മുടെ ഉള്ളി വഴറ്റിയെടുക്കുന്നത്. ഇത് ഈ പാകം മതി കേട്ടോ. നമ്മുടെ ഉള്ളി വഴണ്ടി വരുന്നത് ഒരുപാട് വഴണ്ട് നല്ല ബ്രൗൺ കളർ ആവേണ്ട ആവശ്യമില്ല നമ്മുടെ ഇന്നത്തെ കറിക്ക് കേട്ടോ. പിന്നെ ഇതിലേക്ക് വലിയ 2 തക്കാളി നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചെറുതാണെങ്കിൽ ഒരു 3 എണ്ണം ചേർത്ത് കൊടുക്കാം കേട്ടോ. എന്നിട്ട് അടച്ച് വെച്ചിട്ടാണ് നമ്മളിത് വേവിച്ചെടുക്കുന്നത്. ഒരു 3
4 പച്ചമുളക് കീറിയത് കൂടെ നമ്മൾ ചേർത്ത് കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ഇത് അടച്ച് വെച്ചിട്ട് ആവിയിൽ നല്ലപോലെ തന്നെ നമ്മുടെ ഉള്ളിയും തക്കാളിയൊക്കെ ഒന്ന് വഴണ്ട് വരട്ടെ കേട്ടോ. കുറച്ച് നേരം കഴിയുമ്പോഴേക്കും തന്നെ നമ്മുടെ ഉള്ളിയും തക്കാളിയൊക്കെ ഒരുവിധം നന്നായി തന്നെ വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി ഇത് നമ്മൾ ചിക്കനൊക്കെ ചേർക്കുന്ന സമയത്ത് വെന്ത് വരും കേട്ടോ. ഒരുപാട് വഴണ്ട് കുഴയേണ്ട ആവശ്യമില്ല. ഇതുപോലെ ഒന്ന് നമ്മൾ ഇളക്കി കൊടുത്തതിന് ശേഷം നമ്മളിതിലേക്ക് കുറച്ച് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഒരു 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി, അതുപോലെ തന്നെ ഒരു 1/2 സ്പൂൺ മുളക് പൊടി, പിന്നെ കുറച്ച് മല്ലിപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1/2 സ്പൂൺ. അത് നമ്മുടെ ഈ ഉള്ളിക്കുള്ള മസാലയാണ് കേട്ടോ നമ്മളിപ്പോൾ ചേർത്ത് കൊടുക്കുന്നത്. അതുകൂടെ ചേർത്ത് നല്ലപോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി ഇതിൻ്റെ പച്ചമണം മാറാൻ വേണ്ടി നമ്മളൊന്ന് അടച്ച് വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. കുറച്ച് നേരം അടച്ച് വെച്ച് ഇതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് നല്ലപോലെ തന്നെ മാറി വരട്ടെ കേട്ടോ. അപ്പോൾ നമ്മൾ ആവശ്യത്തിനുള്ള എരിവും ഉപ്പും മല്ലിപ്പൊടിയൊക്കെ നമ്മുടെ ചിക്കൻ പുരട്ടി വെക്കുന്ന സമയത്ത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് കണക്കാക്കിയിട്ട് ഇതിലേക്ക് കുറച്ച് മസാലപ്പൊടികൾ ചേർത്ത് കൊടുത്താൽ മതിയാവും കേട്ടോ. പിന്നെ കുറച്ച് നേരം കഴിയുമ്പോഴേക്കും തന്നെ ഇതിൻ്റെ പച്ചമണമൊക്കെ നല്ലതായി മാറി വന്നിട്ടുണ്ട്. ഇനി നമ്മളിതൊന്ന് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്നുകൂടെ ഒന്ന് എന്താ പറയുക, ഇതൊന്ന് റെഡിയാക്കി എടുക്കണം കേട്ടോ. ഒന്ന് എണ്ണ തെളിഞ്ഞ് വരുന്നവരെ ഒന്ന് ജസ്റ്റ് ഒന്ന് തിളച്ച് ഒന്ന് എണ്ണ തെളിഞ്ഞ് വരട്ടെ കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് വെള്ളം കൂടെ നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് അടച്ച് വെച്ചിട്ട് കുറച്ച് നേരം കഴിയുമ്പോൾ നമ്മുടെ തക്കാളി ഉള്ളിയൊക്കെ ഒരുവിധമൊക്കെ വെന്ത് വരികയും ചെയ്യും, അതുപോലെ തന്നെ എണ്ണ തെളിഞ്ഞ് വരികയും ചെയ്യും, മസാല പാകമാവുകയും ചെയ്യും കേട്ടോ. ഞാൻ വെള്ളമൊക്കെ ചേർത്ത് കൊടുത്ത് അടച്ച് വെച്ച് കൊടുത്തിട്ടുണ്ട്. കുറച്ച് നേരം കഴിഞ്ഞിട്ട് നമ്മളിതൊന്ന് ഓപ്പൺ ചെയ്തതിന് ശേഷം നല്ലപോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇപ്പം നമ്മുടെ എണ്ണയൊക്കെ തെളിഞ്ഞിട്ടുണ്ട്, അതുപോലെ തന്നെ ഇതൊക്കെ നമ്മുടെ ഉള്ളിയും തക്കാളിയൊക്കെ വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി ബാക്കിയുള്ള വേവ് നമ്മുടെ ചിക്കനിൽ കൂടെ കിടന്ന് വെന്ത് വരുമ്പോൾ കറക്റ്റായിരിക്കും കേട്ടോ. പിന്നെ നമ്മൾ മസാല പുരട്ടി വെച്ചിട്ടുള്ള നമ്മുടെ ചിക്കൻ ചേർത്ത് കൊടുത്ത് നല്ലപോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ നല്ലപോലെ മിക്സ് ചെയ്തതിന് ശേഷം അടച്ച് വെച്ചിട്ട് മീഡിയം ടു ലോ ഫ്ലെയിമിൽ നല്ലപോലെ ഒന്ന് തിളപ്പിക്കാൻ വിടണം കേട്ടോ. ഇത് ചേർത്ത ഉടനെ തന്നെ നമ്മൾ വെള്ളം ചേർത്ത് കൊടുക്കരുത്. നമ്മുടെ ചിക്കനും കുമ്പളങ്ങി നല്ലപോലെ തന്നെ ഒന്ന് നമ്മുടെ മസാലയിൽ കിടന്നിട്ട് ഒന്ന് തിളച്ച് വരണം കേട്ടോ. അപ്പോഴാണ് നമ്മുടെ ചിക്കനിൽ ഒന്നുകൂടെ ടേസ്റ്റ് കൂടുതൽ ഉണ്ടാവാറുള്ളത്. അപ്പോൾ ഈ സമയത്ത് നല്ലപോലെ മിക്സ് ചെയ്ത് അടച്ച് വെച്ചിട്ട് കുറച്ച് നേരം ഒന്ന് നമ്മുടെ ചിക്കൻ ആ എണ്ണയിലും ഉള്ളിയിലും ഒന്ന് ഡ്രൈ ആയി വരട്ടെ കേട്ടോ. കുറച്ച് നേരം കഴിയുമ്പോഴത്തന്നെ നല്ലപോലെ തന്നെ ചിക്കൻ തിളയൊക്കെ വന്ന് ഫ്രണ്ടൊക്കെ തിളവന്ന് നല്ലപോലെ തിളച്ചിട്ടുണ്ട്. തിളച്ചതിലേക്ക് നമ്മൾ ആവശ്യത്തിനുള്ള വെള്ളം നമുക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് നമ്മൾ വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മുടെ കുമ്പളങ്ങയൊന്നും ഉടഞ്ഞു പോയില്ല കേട്ടോ. അപ്പോൾ നല്ലപോലെ തന്നെ മിക്സ് ചെയ്ത് കൊടുക്കുക. പിന്നെ ഇതിലേക്ക് നമ്മൾ വെള്ളം ചേർക്കുന്ന സമയത്ത് ചൂടുവെള്ളം ചേർക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ എന്താ പറയുക, നമ്മുടെ ചിക്കൻ നല്ലപോലെ ചൂടായി ഇരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ നമ്മളിതിലേക്ക് പച്ചവെള്ളം ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ ആദ്യം ഒന്ന് തിളച്ച് വന്ന് വരാനും അതുപോലെ തന്നെ കറക്റ്റ് ആവാനും ഒക്കെ സമയം പിടിക്കും. അതുകൊണ്ട് തന്നെ നമ്മൾ ചിക്കൻ ഇങ്ങനെ വഴറ്റാൻ ഇട്ട ശേഷം നമ്മളിതിലേക്ക് വേണ്ടിയിട്ടുള്ള വെള്ളം ഒന്ന് തിളപ്പിച്ചെടുക്കുന്നത് നല്ലതാണ് കേട്ടോ. ഇപ്പോൾ നല്ലപോലെ ഒന്നുകൂടെ അടച്ച് വെച്ചിട്ടുണ്ടായിരുന്നു വെള്ളം ചേർക്കുന്നതിന് മുന്നേ കേട്ടോ. അപ്പോൾ ഞാൻ 2 പ്രാവശ്യം വെള്ളം ചേർക്കാണ്ട് തന്നെ നല്ലപോലെ ഒന്ന് തിളപ്പിച്ച് എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കുമ്പളങ്ങിൽ നിന്നും ചെറുതായിട്ട് വെള്ളമൊക്കെ ഇറങ്ങി വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ചിക്കനൊക്കെ ചെയ്യുന്ന സമയത്ത് വെള്ളം മാക്സിമം ആദ്യം തന്നെ ചേർക്കാൻ ശ്രമിക്കുക കേട്ടോ. എന്നിട്ട് വേണം നമ്മളിത് വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ ഇതിലേക്ക് കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചത് ഈ സമയത്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി നമുക്ക് മിക്സ് ചെയ്തിട്ട് നന്നായി തന്നെ ഒന്ന് വേവിച്ചെടുക്കുക. നമ്മൾ ഇടയ്ക്കിടയ്ക്ക് വെള്ളം ചേർക്കാൻ നിന്നിട്ടുണ്ടെങ്കിൽ എന്താ പറയുക, ചിക്കൻ്റെ ടേസ്റ്റ് ആകെ മാറിപ്പോൾ. അപ്പോൾ ആദ്യം നമുക്ക് എത്ര ചാറ് വേണോ അതിനനുസരിച്ചിട്ട് നമ്മൾ വെള്ളം ചേർക്കുകയാണെങ്കിൽ ഇതെല്ലാം തിളച്ച് വെന്ത് വരുന്ന സമയത്ത് നല്ല കുറുകിയ ചാറോട് കൂടിയിട്ട് നല്ല ടേസ്റ്റ് ആയിരിക്കും ചെയ്യും. ഇടയ്ക്കിടയ്ക്ക് വെള്ളം ചേർക്കുമ്പോൾ അതിൻ്റെ ടേസ്റ്റ് ആകെ മാറിപ്പോകും കേട്ടോ. അപ്പോൾ നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളിയെല്ലാം ചേർത്ത് കൊടുത്ത് ആവശ്യത്തിനുള്ള വെള്ളവും ചേർത്ത് കൊടുത്ത് നല്ലപോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ചിക്കൻ ഇതുപോലെ ഒരു കയ്യിലുകൊണ്ട് മിക്സ് ചെയ്യുകയാണെങ്കിൽ ഉടഞ്ഞു വരില്ല. എന്താ പറയുക, നമ്മൾ വറക്കാത്ത ചിക്കൻ ആയതുകൊണ്ട് ഉടയാൻ ചാൻസ് കൂടുതലാണ്. അതുകൊണ്ട് കണ്ണാപ്പ കൊണ്ട് നമ്മൾ തിളക്കുകയാണ് നല്ലത് കേട്ടോ. ഇപ്പം 3/4 വേവായിട്ടുണ്ട് നമ്മുടെ ചിക്കൻ. അതിലേക്ക് ഞാൻ കുറച്ച് മാറ്റി വെച്ചുള്ള ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർത്ത് കൊടുത്ത് അതുപോലെ തന്നെ കുറച്ച് ഗരം മസാല കൂടെ ചേർത്ത് കൊടുത്ത് നല്ലപോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ കാണുമ്പോൾ നമുക്ക് ഉള്ളിയും തക്കാളിയൊക്കെ അങ്ങനെ കിടക്കുന്നത് കാണാമല്ലേ. പക്ഷേ നമ്മൾ ഒന്നുകൂടെ വേവിച്ച് അതൊന്ന് കുറച്ച് ഇരുന്ന് പാത്രഭാഗം വരുന്ന സമയത്ത് നമ്മുടെ ഈ ഉള്ളിയും തക്കാളിയൊക്കെ ശരിക്കും അതിൽ കൂടെ അലിഞ്ഞ് നല്ല തിക്ക് ഗ്രേവി തന്നെ ആവും കേട്ടോ. അപ്പോൾ ഈ ഉള്ളിയും തക്കാളിയും കിടക്കണമെന്ന് പറഞ്ഞിട്ട് അത് ശരിയായിട്ടില്ല എന്ന് വിചാരിക്കേണ്ട ആവശ്യമില്ല. നമ്മൾ കുറച്ചുകൂടെ വേവാനുണ്ടല്ലോ, വെന്ത് വരുമ്പോൾ അത് ശരിയായി കിട്ടും കേട്ടോ. പിന്നെ ഞാൻ കുറച്ച് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് നല്ലപോലെ തന്നെ ഒന്ന്
മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ നമ്മുടെ നാടൻ കുമ്പളങ്ങയും ചിക്കനും കൂടിയിട്ടുള്ള കറി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കുമ്പളങ്ങയും ചിക്കനും പല തരത്തിൽ വെക്കാം കേട്ടോ. ചിലവർ ഈ ടൈമിൽ തേങ്ങ അരച്ച് ചേർത്തൊഴിക്കും. പക്ഷെ ഞാൻ ഇങ്ങനെ വെക്കുമ്പോൾ തേങ്ങ അരച്ച് ചേർക്കാറില്ല കേട്ടോ. നമ്മൾ ഉള്ളിയൊന്നും ചേർക്കാണ്ട് ചെയ്യുന്ന സമയത്താണ് ഞാൻ തേങ്ങ അരച്ച് ചെയ്യാറുള്ളത്. ഇങ്ങനെ ചേർക്കുമ്പോൾ ഞാൻ തേങ്ങ അരച്ച് ചേർക്കാറില്ല കേട്ടോ. പിന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള പച്ച വെളിച്ചെണ്ണയും കറിവേപ്പിലയും ചേർത്ത് നല്ലപോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി ഇത് ഇരുന്ന് കുറുകി വരും കേട്ടോ. കുറച്ച് നേരം നമ്മൾ കഴിക്കേണ്ട സമയമാകുമ്പോഴേക്കും തന്നെ നമ്മുടെ ഉള്ളിയും തക്കാളിയൊക്കെ നല്ലപോലെ ഉടഞ്ഞ് വെള്ളമൊക്കെ പാകം പോലെ ആയി നല്ല ടേസ്റ്റായിട്ട് വരും കേട്ടോ. ശരിക്കും പറയുകയാണെങ്കിൽ നമ്മുടെ കുമ്പളങ്ങയും ചിക്കനിൽ കഴിക്കാൻ ടേസ്റ്റ് കൂടുതൽ കുമ്പളങ്ങയ്ക്ക് തന്നെയാണ് കേട്ടോ. ഇനി നമ്മൾ ഇതിലേക്കല്ല നമ്മളിനി ചിക്കൻ വരട്ട് ഒന്ന് റെഡിയാക്കി എടുക്കുകയാണ് കേട്ടോ. സിമ്പിളായിട്ടും അധികം മസാല ഇല്ലാത്ത വരട്ടാണ്. പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. ഞാൻ ആദ്യം ഒരു 10-15 ചെറിയുള്ളി ചതച്ചതാണ് കേട്ടോ നമ്മളിത് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. എല്ലാം ഒപ്പം തന്നെയാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. വെളിച്ചെണ്ണയിലാണ് നമ്മൾ ഉണ്ടാക്കുന്നത് കേട്ടോ. അങ്ങനെ അതെല്ലാം ചേർത്ത് നല്ലപോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതൊന്ന് വാടി വരണം കേട്ടോ. ഒരുപാട് വാടി ബ്രൗൺ ആകണ്ട. ഒരുവിധം വാടിക്കഴിഞ്ഞാൽ ഇതിലേക്ക് നമ്മൾ ചിക്കൻ ചേർത്ത് കൊടുക്കാൻ പോവുകയാണ് കേട്ടോ. അപ്പോൾ ചിക്കൻ നമ്മളൊരു 1/2 കിലോ ഉണ്ട്. അത് ചേർത്ത് കൊടുത്ത് അതിലേക്ക് നമ്മൾ കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എരിവിനാവശ്യമായിട്ടുള്ള മുളക് പൊടി കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതെല്ലാം ചേർത്ത് കൊടുത്ത് നല്ലപോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഇന്ന് നമ്മൾ ചെയ്യുന്ന വരട്ടിലേക്ക് നമ്മൾ വെള്ളമൊന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഇത് മാക്സിമം ചെയ്യാൻ നമ്മൾ ചെറിയുള്ളി എടുക്കുന്നതാണ് നല്ലത്. ചെറിയുള്ളി ചെയ്യുമ്പോഴാണ് ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടാകാറുള്ളത് കേട്ടോ. അത് നല്ലപോലെ തന്നെ മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം അടച്ച് വെച്ചിട്ട് നമുക്കിത് മീഡിയം ടു ലോ ഫ്ലെയിമിലിട്ടിട്ട് വേവിച്ചെടുക്കാം. നമ്മുടെ ചിക്കനിൽ നിന്ന് വെള്ളം ഇറങ്ങി വരുമ്പോൾ തന്നെ നമ്മുടെ ചിക്കൻ നല്ലപോലെ തന്നെ വെന്ത് വരും കേട്ടോ. അത് ഞാൻ അടച്ച് വെച്ച് കുറച്ച് നേരം കഴിഞ്ഞ് ഓപ്പൺ ചെയ്തപ്പോൾ തന്നെ നമ്മുടെ ചിക്കനിൽ നല്ലപോലെ തന്നെ വെള്ളം ഇറങ്ങി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നന്നായി തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേവിച്ചെടുക്കുക. അപ്പോൾ നമ്മുടെ ചിക്കൻ വേവുകയും ചെയ്യും, വെള്ളം നല്ലോണം വറ്റി വരികയും ചെയ്യും കേട്ടോ. അങ്ങനെ കുറച്ച് നേരം കഴിയുമ്പോഴേക്കും തന്നെ നമ്മുടെ ചിക്കൻ ഏകദേശമൊക്കെ വെന്ത് റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മളിതിലേക്ക് കുരുമുളക് പൊടിയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. വേറെ ഇനി പ്രത്യേകിച്ച് ഒന്നും നമ്മൾ ചേർത്ത് കൊടുക്കുന്നില്ല. ഗരം മസാല, ചിക്കൻ മസാല, അതുപോലെ തന്നെ നമ്മുടെ എന്താ പറയുക, വേറെ എന്തെങ്കിലും മസാലകളൊന്നും ഇതിൽ ആവശ്യമില്ല കേട്ടോ. സിമ്പിളായിട്ടാണെങ്കിലും ചെറിയുള്ളി ചേർത്തുകൊണ്ട് നമ്മുടെ ഈ ചിക്കൻ കഴിക്കാൻ പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. കുരുമുളക് ചേർത്ത് കൊടുത്തിട്ട് നമ്മൾ നല്ല പോലെ തന്നെ തീ കുറച്ച് വെച്ച് കുറച്ച് നേരം കൂടി നമ്മൾ ചിക്കൻ വേവാനുകൊണ്ട് ഈ കുരുമുളകൊക്കെ ചേർത്ത് കളറൊക്കെ ഒന്ന് റെഡിയായി വരാനും കൂടി ഉണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ നല്ലപോലെ തീ കുറച്ച് വെച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ അടച്ച് വെച്ചൊരു 5 മിനിറ്റ് ചെറിയ തീയിലൊന്ന് വേവിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ തന്നെ നമ്മുടെ പെരട്ട് നന്നായി തന്നെ വരട്ട് നല്ലപോലെ തന്നെ റെഡിയായി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഒന്നുകൂടെ മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ഒന്നുകൂടെ ഒന്ന് അടച്ച് വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ റെഡിയായപ്പോൾ ഞാൻ ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് നമ്മൾ മല്ലിയില ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. കറിവേപ്പില എൻ്റെ കയ്യിൽ ഇല്ലാതെ കാരണം കേട്ടോ ഞാൻ മല്ലിയില ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അങ്ങനെ മല്ലിയിലകൾ ചേർത്ത് കൊടുത്ത് നല്ലപോലെ തന്നെ മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മുടെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ വരട്ട് റെഡി ആയിട്ടുണ്ട് കേട്ടോ. വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. അതുപോലെ അധികം മസാല കുത്തില്ല, കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമാകും. ഇത് ശരിക്കും കഴിക്കുമ്പോൾ നമ്മുടെ ചിക്കൻ ഫ്രൈ ചെയ്തതിൻ്റെ ആ ഒരു ടേസ്റ്റും ഉണ്ടാവും കേട്ടോ. അങ്ങനെ നമ്മുടെ ചിക്കൻ വരട്ടിയതൊക്കെ റെഡി ആയിട്ടുണ്ട്. ഞാനപ്പോൾ അതൊക്കെ ഒന്ന് കൂട്ടി വെച്ച് മാറ്റി വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ കുമ്പളങ്ങയ്ക്കും ചിക്കനും ഏറ്റവും മസ്റ്റായിട്ട് വേണ്ട ഒരു ഐറ്റമാണ് ദോശ. അല്ലെ, നമ്മുടെ പാലക്കാടുകാർക്ക് ദോശയും കുമ്പളങ്ങയും ഇറച്ചിയും കൂടെ കഴിക്കുക പറയുമ്പോൾ അതൊരു ഭയങ്കര നൊസ്റ്റോളജി ആണ് കേട്ടോ. അപ്പം ഞാൻ വേഗം തന്നെ 2-3 ദോശ കൂടെ ഉണ്ടാക്കി എടുക്കുന്നുണ്ട്. നമ്മുടെ കുമ്പളങ്ങയുടെ കൂടെ കഴിക്കാൻ ഭയങ്കരമാണ് നമ്മുടെ ദോശ. അങ്ങനെ വേഗം തന്നെ നമ്മൾ ദോശയൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കുന്നുണ്ട് കേട്ടോ. നല്ല മൊരിഞ്ഞ ദോശയിലേക്ക് നമ്മുടെ ഈ ചിക്കൻ കൂടെ ഒഴിക്കുമ്പോൾ അതിൻ്റെ ടേസ്റ്റ് പറഞ്ഞറിയിക്കാൻ പറ്റില്ല കേട്ടോ. അത് ശരിക്കും കഴിച്ച് നോക്കണം, അപ്പോഴേ അതിൻ്റെ ടേസ്റ്റ് കറക്റ്റായിട്ട് അറിയുള്ളൂ. അങ്ങനെ നമ്മൾ ചോറ് കൂടെ വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതാണ് നമ്മുടെ ഇന്നത്തെ കോംബോ എന്ന് പറയുന്നത്. നമ്മൾ വരട്ടി എടുത്തിട്ടുള്ള നമ്മുടെ സിമ്പിളായിട്ടുള്ള ചിക്കൻ, അതുപോലെ തന്നെ തേങ്ങയൊന്നും ചേർക്കാണ്ട് നമ്മൾ കുമ്പളങ്ങയും ചിക്കനും കൂടിയുള്ള കറി വെച്ചത്, നല്ല ചൂട് ചോറ്, അതുപോലെ നല്ല ചൂടായിട്ടുള്ള ദോശ, പിന്നെ പപ്പടം കൂടെ മസ്റ്റായിട്ട് വേണം കേട്ടോ. അപ്പോഴാണ് ഈ കോംബോ ക്ലിയർ ആവുള്ളൂ. അപ്പം നമുക്കിതൊന്ന് വിളമ്പി കൊടുക്കാം അല്ലേ നമ്മുടെ കിണ്ണത്തിലേക്ക്. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ നല്ല ചൂടായിട്ടുള്ള ചോറ് വിളമ്പി കൊടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ദോശ വിളമ്പി കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഈ ഒരു ദോശയും ചിക്കനും ഒക്കെ നമ്മുടെ ചെങ്കരന്തിക്ക് മെയിൻ ഐറ്റമാണ് കേട്ടോ. പിന്നെ നമ്മൾ വരട്ട് വിളമ്പി കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ ചിക്കൻ കറി,
നമ്മുടെ ചോറിലേക്കും അതുപോലെ തന്നെ ദോശയിലേക്കൊക്കെ വിളമ്പി കൊടുത്തിട്ടുണ്ട് കേട്ടോ. പണ്ട് ഒരുപാട് കഴിച്ചിട്ടുള്ള ഐറ്റമാണ് നമ്മുടെ കുമ്പളങ്ങയും ചിക്കനല്ലേ. അങ്ങനെ നമ്മളിതെല്ലാം റെഡി ആയിട്ടുണ്ട്. ഇനി ഭക്ഷണം കഴിക്കാമെന്ന് പറഞ്ഞിട്ടാണ് കേട്ടോ. അപ്പോൾ ഞാനതെല്ലാം പ്ലേറ്റിൽ വിളമ്പി കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ പൂച്ചക്കുട്ടികൾക്കുള്ള ചോറൊക്കെ ഒന്ന് അക്ഷയ എടുക്കുന്നുണ്ട് കേട്ടോ. അതൊക്കെ കൊണ്ട് വെച്ചു. അങ്ങനെ ഞാനും അശ്വിനൊക്കെ കഴിക്കാനിരുന്നു. നല്ല ടേസ്റ്റാണ് നമ്മുടെ ദോശയും നമ്മുടെ ചിക്കൻ ചാറും അതുപോലെ തന്നെ ചോറും ചിക്കൻ ചാറും പപ്പടവും ഒക്കെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മൾ നാടനായിട്ടുള്ള നമ്മുടെ ലഞ്ച് കോംബോണ്. എല്ലാവർക്കും അത് ഇഷ്ടമായിട്ടുണ്ടാകും വിചാരിക്കണം. ഉണ്ടാക്കി നോക്കിയില്ലെങ്കിൽ എല്ലാവരും ഉണ്ടാക്കി നോക്കുക കേട്ടോ. അപ്പോൾ ദോശയോടെ കഴിക്കാൻ ഭയങ്കര ടേസ്റ്റാണ്. നാളെ പുതിയൊരു